നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചമ്മലുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ. ഇപ്പോ അതങ്ങ് മാറിക്കിട്ടി എന്ന് കരുതി ദേ നീ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് നിക്കണമെന്ന് കരുതി കളയരുത് കേട്ടോ. എന്താടാ? ഇല്ല സാർ. സാറിന് ഈ ബുക്കെല്ലാം പഠിക്കാൻ തുടങ്ങുമാ? ഏയ് ഇല്ലടാ, ഇതൊക്കെ നല്ല മനസ്സുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ, നിത്യയെ പോലുള്ളവർക്ക്. സാറിപ്പോ നിത്യ മേഡത്തെ കുറിച്ച് പറയണ കേൾക്കാൻ നല്ല രസം സാർ. ഇപ്പൊ എനിക്ക് പുരിഞ്ഞു പോച്ച്. உங்களுக்கு நிஜமா ഉള്ളിക്കുള്ള അവർ ரொம்ப പിടിക്കും. അതേടാ, ഇത്രയും കാലം ഇല്ലാത്തതുപോലെ മനസ്സിൽ ചില തോന്നലുകൾ, ചില കൂട്ടിമുട്ടലുകൾ, സ്വപ്നങ്ങൾ. അതിനൊക്കെ കാരണം അവളാടാ, നിത്യ. ഞാൻ ഇനി നന്നാവൂടാ. നിത്യ എൻ്റെ കൂടെ സ്ഥിരാവുമ്പോ ഞാൻ നന്നാവും. எனக்கு தெரியும் சார், உங்களுக்கு சேஞ்ச் வரும். அவருங்களை சேஞ்ச் ஆக்கும். அவர் தேவதை சார். அவரை கிடைச்சது உங்களோட புண்ணியம் தான். முருகா, എന്താടാ? தெரியல சார். എന്താടാ? தெரியாது சார். ஸ்டார்ட் ஆகல. നീ ഇറങ്ങ്, നീ ആ ബോണറ്റം തുറന്നേ. என்னாச்சு? ഓയിൽ இருக்கா? ശേ, ഒരു നല്ല യാത്രക്കിടയില്ല തടസ്സം. പാക്കട്ടെ സാർ. ഓയിൽ കറക്റ്റ് தானே இருக்கு. ஸ்டார்ட் பண்ணலாமா? என்னாச்சுப்பா? ഇനി എന്തിയോടാ? பக்கத்துல വർക്ക്ഷോപ്പ് ஏதாவது இருக்கான்னு தெரியல சார். ഇവിടെ ഒന്നും ആരെയും കാണാനില്ലല്ലോ ചോദിക്കാൻ. சார் அங்க பாரு. ഇവരോ? அவர்கிட்ட கேட்டு பார்க்கலாம். வாங்க சார். ஐயா ஐயா ஐயா, இங்க பக்கத்து വർക്ക്ഷോപ്പ് ஏதாவது இருக்கா? ഇവിടെ അടുത്തൊന്നുമില്ല, ഉള്ളത് 4 കിലോമീറ്റർ അപ്പുറത്താ. എന്താണ് അവിടെ? നിക്കണം.
നിക്കാൻ എടാ. അയ്യാ നമ്മ കവറ് വരുതേ എന്നാച്ചി ഇവിടെയൊക്കെ കാറിടുമ്പോ ലോക്ക് ചെയ്തിട്ട് പോണ്ടേ? പിള്ളേര് വണ്ടിയിൽ നിന്നും എടുത്തോണ്ട് ഓടുന്ന കണ്ടിട്ടാ ഞാൻ വന്ന് നോക്കിയത്. താങ്ക്സ് ലോട്ട്. നിങ്ങളുടെ പേരെന്താ? ഹരി. ഞാൻ ജീവൻ. ഇത് ശരവണൻ. ஆமா அந்த பிள்ளைக்கு இது காட்டு போய் எதுக்கு சார்? இதுக்கு വലിയ വിലയൊന്നും இருக்காது. അങ്ങനെ പറയരുത്. ഈ പുസ്തകങ്ങളുടെ വില നമുക്ക് കണക്കുകൂട്ടാവുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. അതിന് പുറകില് ഒരു വില അച്ചടിച്ചിരിക്കും. പക്ഷെ അതൊന്നുമല്ല അതിന്റെ മൂല്യം. പുസ്തകം ഒരു സംസ്കാരമാണ്. അല്ല, ഇതെല്ലാം നല്ല സെലക്ഷൻ ആണല്ലോ. ഒരുപാട് വായിക്കുന്ന ആളാണോ? ഇതെനിക്കല്ലടോ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക്. അയാൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാള്, വരികൾക്കിടയിൽ വാക്കുകൾ കണ്ടെത്താൻ കഴിയുന്ന ഒരാള്, അങ്ങനെ ഒരാള് ജീവിതത്തിൽ കൂട്ടായി വരുന്നത് അതൊരു വലിയ ഭാഗ്യ. എന്തായാലും സൂക്ഷിച്ചു പോ. ശരി ശരി. ஆமா ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.